കൊച്ചിയിലെ മറ്റൊരു പ്രധാന വാർത്ത കൊച്ചിയിലെ വൈഗ കൊലക്കേസ്. പ്രമാദമായ വൈഗ കൊലക്കേസിൽ വിധി ഇന്നുണ്ടാകും. 10 വയസ്സായ മകളെ മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് സനു മോഹനാണ് ഏകപ്രതി. കടബാധിതകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് കൊലപാതകമെന്നാണ് കുറ്റപത്രം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് വിധി പറയുക. ഡാനി, ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരേ പ്രതി അച്ഛൻ ആണ്. ഇന്ന് വിധിയാണ്. എന്താണ് വാദസമയത്ത്, ഈ വിചാരണ സമയത്ത് കോടതി പരിഗണിച്ച ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രഞ്ജിത്ത്, 2021 മാർച്ചിലാണ്. മാർച്ച് 21 ആ ദിവസമാണ് ഈ കുട്ടിയെ കൊല ചെയ്യപ്പെടുന്നത്. വളരെ ഞെട്ടിച്ച ഒരു വിഷയമായിരുന്നു. കാരണം ഈ കുട്ടിയെ അച്ഛൻ തന്നെ കൊലപ്പെടുത്തുക, ഉപേക്ഷിക്കുക എന്നത് അതിൽ ഏറ്റവും വലിയൊരു ക്രൈം എന്ന് പറയുന്ന പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം അയാൾ ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്നു. അതിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു പ്രതീതി എന്ന് പറയുന്ന കടബാധ്യത മൂലം മകളെ കൊലപ്പെടുത്തിയിട്ട് അച്ഛനും ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലേക്കാണ് ഈ കേസ് ആദ്യം ഒരു വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയത്. ഫോണടക്കം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇയാളുടെ മൃതദേഹത്തിന് വേണ്ടി പോലും ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ മുട്ടാർ പുഴയിൽ പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ വളരെയധികം സമയം ഇയാൾക്ക് വേണ്ടിയും തെരച്ചിൽ നടത്തുകയെല്ലാം ഉണ്ട്. ഇയാൾ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തതാണ് എന്നൊരു നിഗമനത്തിലേക്ക് വരികയും ചെയ്തു. അമ്മയിൽ നിന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് മകളെ വേർപിരിഞ്ഞ് കഴിയാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അമ്മയിൽ നിന്ന് കുട്ടിയെ കൊണ്ടുപോരുകയായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയെ കൊണ്ടുപോരുന്നു. തുടർന്ന് എറണാകുളത്തെ തൃക്കാക്കരയിലുള്ള ആ ഫ്ലാറ്റിൽ വെച്ച് മദ്യം കൊടുത്ത് കുട്ടി അബോധാവസ്ഥയിലാക്കിയ ശേഷം പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും മുട്ടാർ പുഴയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. പോലീസിന് ഈ കേസിൽ വളരെ വഴിത്തിരിവായത് പിന്നീട് CCTV ദൃശ്യങ്ങൾ ഒരുപാട് പരിശോധിച്ചപ്പോൾ ഇയാളുടെ കാറ് ടോൾ പ്ലാസ കടന്നു പോകുന്ന ചില ദൃശ്യങ്ങൾ കിട്ടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണം, വ്യാപകമായ അന്വേഷണം, ഏതാണ്ട് 28 ദിവസത്തോളം അന്വേഷണം നീണ്ടുനിന്നു. ഇയാളുടെ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ തന്നെ ഇയാളുടെ ഒരു സ്വഭാവ രീതി, ഇയാൾ ചൂതാട്ട കേന്ദ്രങ്ങളിലും ഈ ബാറുകളിലും എല്ലാം തന്നെ ഒരുപാട് പണം, സമയമെല്ലാം ചെലവഴിക്കുന്നു. അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിലുള്ള അന്വേഷണമാണ്. ഗോവയിലും മറ്റും ഇയാൾ ചെന്നിരുന്നു. തുടർന്ന് മംഗലാപുരം, ഇവിടങ്ങളിലെല്ലാം അന്വേഷിച്ചാണ് ഇയാളെ കിട്ടിയത്. ഈ വിചാരണ വേളയിൽ പോലീസ് കൂടുതലായും തന്നെ പറഞ്ഞത് ഒരു കൊലപാതകം, അതോടൊപ്പം തന്നെ ബാലനീതി പ്രകാരമുള്ള വകുപ്പുകൾ, ഇതെല്ലാം തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ശിക്ഷ ഇയാൾക്കും നൽകണമെന്നാണ് വാദിക്കുന്നത്. ഏതാണ്ട് 78ഓളം പേരെ സാക്ഷികളടക്കം ഇതിൽ വിസ്തരിച്ചിട്ടുണ്ട്. 150ലധികം തെളിവുകൾ ഇതിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുക എന്നതാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. കാരണം ഇത് വളരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് സ്വന്തം മകളെ തന്നെ ഈ രീതിയിൽ ഇല്ലാതാക്കുക. ഒപ്പം തന്നെയും തനിക്ക് ജീവിക്കുന്നതിന് വേണ്ടി, തനിക്ക് ഇത്തരം കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റൊരാളായി ജീവിക്കുന്നതിന് വേണ്ടി ആത്മഹത്യ ചെയ്യുക എന്ന രീതിയിലേക്ക്, ആത്മഹത്യ ചെയ്തു എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി മകളെ ഇല്ലാതാക്കുന്ന അത് അതിക്രൂരമായ ഒരു കാര്യം തന്നെയാണ്. പ്രോസിക്യൂഷനും ഇത് തന്നെയാണ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ്. ഇന്ന് കേസ് രാവിലെ 11 മണിയോടുകൂടി തന്നെ കോടതിക്ക് മുന്നിലേക്ക് വരികയും ചെയ്യും. എന്താണ് ഇതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്, എന്ത് ശിക്ഷയാണ് നൽകാനുള്ളത് എന്നതാണ് അറിയേണ്ടത്. രഞ്ജിത്ത്, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഡൽഹി